ഉപദേശം ഒരുപാട് ആളുകൾക്ക് അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഈ ഉപദേശത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഉപദേശം വേണോ, ഉപദേശം വേണ്ടേ, അതായത് നമ്മൾ സ്വീകരിക്കണോ, നമ്മൾ തള്ളിക്കളയണോ, അല്ലെങ്കിൽ നമ്മൾ ഉപദേശം ആരോട് ചോദിക്കണം, നമ്മൾ ഉപദേശം കൊടുക്കാൻ പ്രാപ്തരാവുന്നത് എപ്പോഴാണ്. ഈ കാറ്റഗറിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ ഈ യൂട്യൂബ് ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വിസ്ഡംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏരിയാസിനെ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് സഹായകരമാവുമെന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ്ലി ഉപദേശ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനും ശ്രദ്ധിക്കാം, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊരു ഉപദേശമായി മാറാത്ത രീതിയിൽ. ഉപദേശം എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് വന്നൊരു ശൈലി ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾക്കും ഉപദേശം എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവർക്ക് ഉപദേശം കൊടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എടുക്കാൻ എന്തില്ല, തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ എനിവേ, നിങ്ങൾ ഏത് രീതിയിലുള്ള ആളുകളാവട്ടെ, ഇന്നത്തെ ഡേയിൽ നിങ്ങൾക്കിത് ഉപദേശമായിട്ട് എടുക്കേണ്ട, എന്നാൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾക്കിത് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണെന്നുള്ളതാണ്. ഡൺ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഉപദേശം വേണോ, അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ആളുകളെ എടുത്തുന്ന ഉപദേശം സ്വീകരിക്കണോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നു, നിങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നും ഉപദേശങ്ങൾ നിങ്ങളേതായിട്ടുള്ള കൺസേൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ അടുത്ത് നിന്ന് ഉപദേശം എടുക്കണം, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പോയിട്ട് എല്ലാവരുടെ അടുത്തു നിന്നും ഉപദേശം എടുക്കുന്നതിന് പകരം നിങ്ങൾ ആരെടുത്തുനിന്ന് ഉപദേശം അല്ലെങ്കിൽ സജഷൻസ് സ്വീകരിക്കണം. നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ആ കാര്യവുമായിട്ട് ബന്ധമുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ പരമാവധി ഉപദേശങ്ങൾ, സജഷൻസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാനൊരു പുതിയൊരു റോൾസ് റോയ്സ് കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണെന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാനൊരു ഡിഫൻഡർ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഏജിലുള്ള ഒരാളാണ്, ആൾ ഇത്രയും കാലമായിട്ടൊരു മാരുതി മാത്രമേ കൊണ്ട് നടന്നിട്ടുള്ളൂ, മാരുതി 800 മാത്രമേ കൊണ്ട് നടന്നിട്ടുള്ളൂ. ഞാൻ ആളെടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഞാനിങ്ങനെ ഒരു ഡിഫൻഡർ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഒരു 2 കോടി 3 കോടി രൂപയുടെ അടുത്ത് വരെയൊക്കെ ഞാൻ അതിനൊരു ബഡ്ജറ്റൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് എന്തായിരിക്കും? എന്തിനാ അത്രയൊക്കെ വലിയ ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിലും 4 ആളുകൾക്കല്ലേ പോകാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്തുള്ള ഈ ഒരു 2 ലക്ഷത്തിൻ്റെ മാരുതിയിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്കും 4 ആളുകൾക്കല്ലേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സജഷൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളെ റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളെ മെൻ്റൽ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിങ്ങളെ ഫൈനാൻഷ്യലി കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ സജഷൻസ് എടുക്കുമ്പം ആ ഏരിയയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ പ്രാപ്തമാക്കിയിട്ടുള്ള, കുറച്ചും കൂടി മാസ്റ്ററി ചെയ്തിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്തിട്ട് അവരോട് നിങ്ങൾ സജഷൻസ് എടുക്കുകയാണെങ്കിൽ, അവരോട് നിങ്ങൾ ഉപദേശം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി റൈറ്റ് ആയിട്ടുള്ള പാത്തിൽ പോകാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ ആരോട് ഉപദേശം ചോദിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ആർക്കൊക്കെ, ഇപ്പം നിങ്ങൾ ഉപദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏത് സമയത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ കൂടെ ഉള്ള ഒരാളെ, അതൊരു ഫ്രണ്ടാവട്ടെ, നിങ്ങളെ ബ്രദറാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിലുള്ള ആളുകളാവട്ടെ, നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാവട്ടെ, അവരൊക്കെ നിങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളേതായിട്ടുള്ള സജഷൻസ് അവർക്ക് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൽ ടേക്ക് കെയർ ചെയ്യേണ്ടേ, നിങ്ങളതിന് പ്രാപ്തരായാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉപദേശം കൊടുക്കുമ്പോൾ ചില ആളുകൾ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, അത് വേണ്ടട്ട മോനെ, ഞാനത് ചെയ്ത് പെട്ടതാണ്, അല്ലെങ്കിൽ അതൊന്നും ചെയ്ത് നോക്കണ്ട. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതൊന്നും വേണ്ടട്ടോ, അതൊന്നും അത്ര വലിയ ലക്ഷറി കാര്യങ്ങളൊന്നും വേണ്ടട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അധിക ആളുകളും ഉപദേശം കൊടുക്കുന്ന സമയത്ത് അവരെ പെയിൻ പോയിൻറ്റ്സാണ് കൊടുക്കുക, അവരെ വേദനകളാണ് കൊടുക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, എന്താ പറയുക, ഒരു ഗ്യാസ് ഇങ്ങനെ കത്തുന്നുണ്ട്, അതിലിങ്ങനെ തീ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലെയിം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഒരാൾ പണ്ട് പോയിട്ട് ഫ്ലെയിമിൽ തീയിൽ തൊട്ടിട്ട് ആളെ കൈ പൊള്ളിയിട്ടുണ്ട്. ഇതാണ് ആളൊരു എക്സ്പീരിയൻസ്. അപ്പം ആളിങ്ങനെ ഉപദേശിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ, നിങ്ങൾ ഒരിക്കലും തീയിൽ തൊടരുത്, തീ നിങ്ങൾ ഉപയോഗിക്കുകയേ ചെയ്യരുത്, തീ എന്നുള്ളത് ഭയങ്കര ഡേഞ്ചറാണ്, ഞാനൊരു തവണ തൊട്ടപ്പോൾ എൻ്റെ കൈ പൊള്ളിയതാണെന്ന് പറയുന്ന സമയത്ത് ആൾ പറയുന്നത് ഇറ്റ്സ് റൈറ്റ്, ശരിയാണ്. ബട്ട് അതിൽ
അതിൽ കേൾക്കുന്ന ആളുകൾക്ക് പക്ഷെ എന്തുണ്ടാവും, ആ തീ വെച്ചിട്ട് നല്ല ഫുഡ് മേക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ടാവും, തീ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഫുഡ് മേക്കിംഗ് പ്രോസസ്സിൽ നിന്ന് മാറി നിൽക്കും. ഓക്കെ, അപ്പം നമ്മളെ ലൈഫിലൊരു പെയിൻ പോയിന്റ്, ഒരു പൊള്ളൽ നമുക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഒരു വിസ്ഡം എടുത്ത് നമ്മളെ ലൈഫിലേക്ക് ഒരു അറിവ് എടുത്തിട്ടായിരിക്കണം ബാക്കിയുള്ള ആളുകൾക്ക് അത് പകർന്നു കൊടുക്കേണ്ടത്. എങ്ങനെ, ഞാൻ ഇന്ന സംഗതി ചെയ്ത സമയത്ത് എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്, എന്നാൽ എൻ്റെ കൈ പൊള്ളിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് കൈ പൊള്ളാത്ത രീതിയിൽ ഇന്ന രീതിയിൽ ഈ ഫ്ലെയിമിനെ ഉപയോഗിക്കാം, തീയിനെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ തീയായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങളെ കയ്യിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്ലൗ കാര്യങ്ങൾ യൂസ് ചെയ്യണം. നിങ്ങൾ ചൂടുള്ള പാത്രം പിടിക്കാൻ പോകരുത്. വെറുതെ നിങ്ങൾ തീയായിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മളെ ഓപ്പൺ ഹാൻഡായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. അതിന് പകരം നിങ്ങൾക്ക് ഇന്ന മെത്തേഡുകൾ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരു പ്രോബ്ലം അവർക്ക് ഇട്ടുകൊടുക്കുന്നതിന് പകരം, തീ ഒരിക്കലും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് പകരം ഒരു സൊല്യൂഷൻ കൂടി അതിലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇതാർക്കാണ്, നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ഒരു സജഷൻ, ഒരു ഉപദേശം കൊടുക്കുന്ന സമയത്ത് അത് അവർക്കൊരു പെയിൻ പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്യരുത്. ആ പെയിൻ പോയിന്റിൽ നിന്നും ഒരു വിസ്ഡം അവരുടെ ലൈഫിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഉപദേശം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഉപദേശം നമ്മൾ സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ആരുടെ അടുത്ത് നിന്ന് സ്വീകരിക്കണം എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ആർക്കെങ്കിലും ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത് എന്നും എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. ഉപദേശം നിങ്ങൾക്ക് നൽകുന്നവർക്കും നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.